ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എൻ്റെ കണ്ണ് ചൊറിഞ്ഞ് എനിക്ക് വേദനയാണ്. അപ്പോൾ എനിക്ക് കമൻറ്റ് ചോദിച്ചാൽ ചേച്ചി കണ്ണിന് എങ്ങനെ ഉണ്ടാകും? കണ്ണിന് കുറവുണ്ട്, എന്നാലും ഈ കണ്ണിൻ്റെ ഇവിടെ എങ്ങാണ്ടൊരു മുറിവുണ്ട്. ഇങ്ങനെ തൊടുമ്പോഴൊക്കെ നല്ല വേദനയുണ്ട്. ഇന്നലെ ഇതിനേക്കായി വേദന, ഇവിടെയൊക്കെ ഇത്തിരി സ്വെല്ലിങ് പോലായിരുന്നു. ഇപ്പോൾ കുറവുണ്ട് കേട്ടോ. അതുപോലെ വേറൊരു കമൻറ്റ് ചോദിച്ച്, ഈ ഹെൽപ്പ് ചെയ്ത് വരുന്നത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ അർബനിയിൽ നിന്ന് ഞാൻ ആളിനെ ക്ലീനിങ്ങിന് വിളിച്ചിട്ടുണ്ട് അവർ. അപ്പം അന്നേരം പറഞ്ഞ് ബാത്റൂം ക്ലീനിങ് ചെയ്യുന്ന ഒന്ന് കാണിക്കുമോന്ന്. അവർ നമ്മൾ വിളിക്കുന്നത് 1 അവറിന് വേണ്ടി ഈ പെങ്കൊച്ചുങ്ങളെയാണ് വിളിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ബാത്റൂം ഡീപ്പ് ക്ലീനിങ്ങിന് ആവണങ്ങൾ വരും, അവർ അതിൻ്റേതായ മെഷീനും കൊണ്ടൊക്കെ വരും. ഇവരെന്ന് പറയുന്നത് ഈ നമ്മൾ 1 അവർ വിളിക്കുന്ന 1 അവർ ഉണ്ട്, 1.5 മണിക്കൂർ, 2 മണിക്കൂർ. അപ്പോൾ അതനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. ഈ 1 അവറിൽ ഞാൻ ചില ദിവസം ഒരു ദിവസം ചെയ്യിപ്പിക്കും, തൂത്തുവാരുകയും ബാത്റൂമും ചെയ്യിപ്പിക്കും. പിന്നെ ഒരു ദിവസം ചെയ്യും, മേളത്തെ കബോർഡൊക്കെ തുടച്ച് തൂത്തുവാരും. പിന്നെ ഞാൻ കിച്ചൻ്റെ ജനലും തൂത്തുവാരും. അങ്ങനെ ഓരോ ദിവസവും എനിക്ക് ഓരോ ഇതിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാത്റൂം ചെയ്യുമ്പം എനിക്ക് ആദ്യം അതറിയത്തില്ലായിരുന്നു. ഇവർ ബാത്റൂം ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ച്, നമ്മൾ സാധാരണ ഞാനിപ്പോൾ നേരത്തെ ഉള്ളപ്പം ബാത്റൂം ചെയ്യിപ്പിക്കുവാണെങ്കിൽ ജനലും എല്ലാം അവൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ചിലരൊന്നും മിണ്ടത്തില്ല. ചില കൊച്ചുങ്ങൾ പറഞ്ഞു, മേഡം ഇതിൽ നമുക്ക് അവരുടെ ഈ 1 അവറിൽ വരുന്ന ഈ കൊച്ചുങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ബാത്റൂം കഴുകുമെന്ന് പറഞ്ഞാൽ ഈ ഫ്ലോർ അവർ നന്നായിട്ട് കഴുകും. പക്ഷേ ഈ ദിവാറുണ്ടല്ലേ, അതൊന്നും ചെയ്യത്തില്ലെന്ന്. പിന്നെ നമ്മുടെ ആ ക്ലോസറ്റ് ചെയ്യും. പിന്നെ പറയുവാണെങ്കിൽ, ഞാൻ ആദ്യം ഒരു കൊച്ചുണ്ടായിരുന്നു, അവൾ ചെയ്യുന്നുണ്ടേ അവിടെയുള്ള എല്ലാം നമ്മൾ പറഞ്ഞാൽ അവളങ്ങ് ചെയ്യുമോ, ദർവാജ വരെ അവൾ ചെയ്യും, കഥക് വരെ അവൾ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും വേറൊരു കൊച്ചു വന്നപ്പോഴാണ് പറഞ്ഞത്, മേഡം ഞങ്ങൾക്ക് ബാത്റൂം കഴുകുന്ന സമയത്ത് നമ്മുടെ വെളിയിലുള്ള വാഷ് ബേസിനും ഈ തറയൊക്കെ നന്നായി കഴുകും, ക്ലോസറ്റും കഴുകും. അല്ലാതെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് വേണമെങ്കിൽ നമ്മൾ വേറെ ആളിനെ വിളിക്കണം. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റിൽ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ വിശദമായിട്ട് അത്ര എഴുതാൻ വയ്യ, അതുകൊണ്ട് ഇപ്പം വന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ സാധാരണ അവർ നമ്മൾ ബാത്റൂം പറയുന്നുണ്ടെങ്കിൽ ഈ തറയൊക്കെ നന്നായിട്ട് കാത്തയിട്ട് കുറച്ച് കഴുകും, പിന്നെ ക്ലോസറ്റും കഴുകും. ഈ ചിലർ ഭിത്തി കഴുകും കേട്ടോ. കൊച്ചുങ്ങൾ നമ്മൾ പറയുവാണെങ്കിൽ അങ്ങ് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ എന്താ, പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ 2-3 ദിവസത്തിന് വിട്ട് ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 11 മണി ആയപ്പോഴും ഇങ്ങനെ ഇരുന്നപ്പോഴേ, അന്നത്തെ നല്ല ജോലി ഉണ്ടായിരുന്നു, അച്ചാറിടലും അതൊക്കെയായിരുന്നു. അപ്പോൾ വൈകുന്നേരമായി എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പ്രയറെല്ലാം 10 മണിക്ക് പ്രയറുണ്ട്, അതെല്ലാം കഴിഞ്ഞ് ഇരുന്നുകൊണ്ടേ പെട്ടെന്ന് എനിക്ക് നെഞ്ചിനൊരു പ്രയാസം പോലെ വന്ന്, ശ്വാസമൊക്കെ എടുക്കാൻ ഒരു വല്ലാത്ത ഇത് വന്നൊരു എന്തോ ഒരു സംതിങ് പ്രോബ്ലം പോലെ എനിക്ക് വന്നു. അപ്പം പെട്ടെന്ന് അപ്പം റീച്ചാൻ വരാറായി, ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞൊക്കെ ഇരുന്ന് അപ്പോഴത്തേക്കൊക്കെ ഇത്തിരി കഴിഞ്ഞ് ഇനി ഗ്യാസ് കയറിയിരുന്നതാണെന്ന് അറിയത്തില്ല. എപ്പോഴും ഇവിടെ എനിക്കിങ്ങനെ ഗ്യാസ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഈനോയും അതൊക്കെ കരുതി വെച്ചേക്കും. അത് എടുത്തുകൊണ്ടേ അങ്ങ് കുറവില്ലെങ്കിൽ ഉടനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ അന്ന് രാത്രി എനിക്കിങ്ങനെ വയ്യാതുണ്ട്. രാവിലെ റീച്ചാൻ പറഞ്ഞു ചപ്പാത്തി വാങ്ങിക്കാം, എന്നിട്ട് കറിയും വെളിയിൽ നിന്ന് വാങ്ങിക്കാം, നീ ഇന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. ഇവർക്കെല്ലാം അറിയാം എനിക്ക് വയ്യെങ്കിലും ഞാൻ അടങ്ങിയിരിക്കത്തില്ല. ഇപ്പം എനിക്കിപ്പോൾ വയ്യെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യുമോ എന്തോന്നാണ് ചിന്തിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ രാവിലെ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ ചിന്തിക്കും, രാവിലത്തെ കഴിഞ്ഞിട്ടൊന്ന് പോയി റെസ്റ്റ് എടുക്കാമെന്ന്. പിന്നെ ചിന്തിക്കും ഈ പാത്രങ്ങളൂടെ കഴുകിയിട്ടൊന്ന് പോയി റെസ്റ്റ് എടുക്കാമെന്ന്. പിന്നെ അടുത്തത് കാണുന്നുണ്ട്, അടുത്തത് ഇതുകൂടെ ചെയ്തിട്ട് പോയി. അങ്ങനെ പറഞ്ഞ് ജോലികൾ അങ്ങ് നടക്കും. അപ്പോൾ റീച്ചാൻ പറഞ്ഞു, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം, പക്ഷേ അത് പ്രശ്നമായതുകൊണ്ട് രാവിലെ എനിക്കങ്ങനെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെങ്കിലും പിന്നെ എനിക്ക് അങ്ങോട്ടൊരു വല്ലാത്ത വന്നുണ്ടേ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓക്കെ, എനിക്ക് അതുകൊണ്ട് എനിക്കും ഒരു ഇതായതുകൊണ്ട് ഞാൻ അന്നേരം ചിന്തിച്ചെന്നാൽ വെളിയിൽ നിന്ന് വാങ്ങിച്ച് ചപ്പാത്തിയൊക്കെ ഉച്ചയ്ക്ക് അങ്ങനെ നിൽക്കട്ടെ. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കിത്തിരി ഇതുപോലെ തോന്നി. ഉടനെ ഞാൻ എണീറ്റ് വേറെ ജോലിയോട് ചെയ്തത്. റീസൺ വന്നിട്ട് എന്നെ ചീത്തയെ വിളിച്ച് ഒരു ദിവസം ഫുള്ള് റെസ്റ്റ്. ചീത്തയല്ല, ഞാൻ ഈ ചീത്ത എന്ന് പറയുന്നത് തന്നെ വഴക്ക് പറയുന്നതിനാണ്, അല്ലാതെ ചീത്തയൊന്നുമല്ല വിളിക്കുന്നത് കേട്ടോ. പള്ളു പറഞ്ഞു, റീച്ച അങ്ങനെ മലയാളത്തിൽ അങ്ങനെ പറയാറില്ല, നീ പറഞ്ഞ് നിനക്ക് ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ എന്താ, അങ്ങനെ 2 കൊൽത്താപ്പൂരി വാങ്ങിച്ച വേണമെങ്കിൽ എനിക്ക് ചപ്പാത്തി. അന്ന് വൈകിട്ട് ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്തില്ല. ഉച്ചയ്ക്ക് നമ്മൾ ചപ്പാത്തി വാങ്ങിച്ചിട്ട് പിന്നെ റീച്ചാൻ പറഞ്ഞ് ഞാൻ 2 ഇത് വാങ്ങിച്ചില്ലേ, വൈകിട്ട് അവരെ അടുത്ത് പറഞ്ഞിട്ട് വീണ്ടും അവർ ചപ്പാത്തി ഗേറ്റിൻ്റെ അവിടെ കൊണ്ടു തന്നു. അങ്ങനെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചപ്പാത്തിയായിരുന്നു. എനിക്ക് അങ്ങോട്ട് കഴിക്കണമെന്നും ഇല്ലായിരുന്നു.
പിന്നെ അങ്ങ് കഴിച്ചങ്ങനെ അന്നത്തെ ദിവസം. പക്ഷേ ഞാൻ പിന്നെ വേറെ ഇച്ചിരി ജോലികൾ ചെയ്ത് അത് ഞാൻ കാണിക്കാൻ കേട്ടോ. കുക്കിംഗ് ആയിട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ പിറ്റേന്ന് ഞാൻ പറഞ്ഞു, പിറ്റേന്നും ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇന്ന് റെസ്റ്റ് എടുക്കണ്ട. പിന്നെ നമ്മൾ ഈ വീട്ടിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചെയ്യുന്നതിനൊരു കണക്കില്ല. നമ്മളിപ്പം വെളിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുമ്പം അത് വിളമ്പാൻ നേരം ഒരു ലിമിറ്റുണ്ട്. അതനുസരിച്ച് റേറ്റും ഉണ്ട്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ചെയ്തോളാം, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ, 2 ദിവസത്തെ വീഡിയോ. ഞാൻ എന്നാലേ ഇന്നൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞാൽ വന്നത്. അപ്പോൾ ഇത്രയും സമയം പോയി, അതുകൊണ്ട് ഇന്ന് പാടുന്നില്ല, നാളെ പാടാം കേട്ടോ. ഇതിപ്പോൾ എന്താണ്ട് ഇത് ഞങ്ങൾ ഇന്നാളീ RT ഓഫീസിൽ പോയിട്ട് വന്നപ്പോഴും വെജിറ്റബിൾ ഈ പനീർ കൊൽത്താപ്പൂരി വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ, ഇതും വെജിറ്റബിൾ കൊൽത്താപ്പൂരിയാണ്. ഇത് കണ്ടോ, ഈ ഒരു കണ്ടെയ്നർ നിറച്ചുണ്ട്. ഞാനതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് നോക്കി, 400 ഗ്രാമിൽ കൂടുതലുണ്ട്. അത് നല്ല തിക്കുമാണ്. ഇതിപ്പം കുറഞ്ഞത് ഒരു 4-5 പേർക്ക് ഒരു ഇച്ചിരിയും കൂടെ ആ ബൗള് നമ്മളിച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കഴുകി ഒരു ഇത്തിരിയും കൂടെ ലൂസാക്കിയാൽ ഒരു 4-5 പേർക്ക് കറക്റ്റ് കഴിക്കാം. അന്നത്തേതാണെങ്കിൽ ഒന്നുമില്ലായിരുന്നു, അതും 250 രൂപ. ഇത് 265 തോന്നുന്നു. അപ്പം ഞാൻ രാവിലത്തെ വീഡിയോ ഒന്നും എടുത്തില്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും. അപ്പോൾ ഉച്ചയ്ക്ക് ഇത് റീച്ചം രാവിലെ പറഞ്ഞൊരു 12 മണി കഴിഞ്ഞപ്പം അവർ കൊണ്ടു തന്നു വീട്ടിൽ. അപ്പോൾ ഒരെണ്ണം ഞാനിപ്പോൾ ഉച്ചയ്ക്ക് എടുത്ത്, ഒരെണ്ണം രാത്രിയിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ 2 എണ്ണം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. റീച്ചാൻ തന്നെ ഓർഡർ ചെയ്ത് രാവിലെ എന്നോടൊന്നും തിരക്കിയില്ല. ഞാനെന്നാൽ സാവകാശം എണീറ്റ് എല്ലാം ചെയ്യാമെന്നും പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ ഓർഡർ ചെയ്തതൊന്നും എനിക്കറിയത്തില്ല. പിന്നെ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, അവിടെ ചെന്നിട്ട് ഞാൻ കിടക്കുമായിരുന്നു പോകാൻ നേരം. അപ്പോൾ എന്നെ വിളിച്ചില്ല. അപ്പം പറഞ്ഞു ഞാനിങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്, 12 മണിയാകുമ്പോൾ അവർ കൊണ്ടുവരും, വൈകിട്ടും വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ച് സാവകാശം എണീറ്റ് വല്ലതും ഒന്ന് തട്ടിക്കൂട്ടി ഞാൻ ചെയ്യുമായിരുന്നേലും ചപ്പാത്തിക്ക് എന്തെങ്കിലും മുട്ടയോ അങ്ങനെ വല്ലതും ഉണ്ടാക്കാമെന്നുള്ള രീതിയായിരുന്നു. ഇതാവുമ്പം കഴിക്കാത്തവരെല്ലാവരും ചപ്പാത്തിയൊക്കെ കഴിച്ചോളൂ. പക്ഷേ ഈ കൂട്ടാനായിട്ടും എനിക്കങ്ങോട്ട് ഉച്ചയ്ക്ക് ഇത് കറി കഴിക്കണമെന്ന് തോന്നിയില്ല. ഞാൻ കോഫി ഉണ്ടാക്കിയിട്ട് 2 ചപ്പാത്തി അങ്ങനെ കോഫി കൂട്ടിയാണ് കഴിച്ചത്. അപ്പം തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു, അത് ഞാനെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ച്. ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനൊക്കെ ഇച്ചിരി ഒരു ആശ്വാസമായി. അപ്പം ഞാനെന്തോ ചിന്തിച്ചോ, ഇന്നത്തേക്കിനല്ല, ഈ മീൻ അങ്ങ് വെട്ടി വെച്ചാൽ പിറ്റേന്ന് എനിക്ക് ഇത്തിരി ഈസി ആവുമല്ലോ ജോലി. അപ്പോൾ ഒരു ഇച്ചിരി എനിക്ക് ക്ഷീണം മാറിയിട്ടുണ്ട്. ഞാൻ അടങ്ങിയിരിക്കാൻ എനിക്കൊക്കത്തില്ല. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കണ്ടേ, നമുക്കിങ്ങനെ ഉണ്ടേ നാളെ എന്തോ ചെയ്യണം, എന്തൊക്കെയാ കറികൾ, അങ്ങനെയൊക്കെ ആവുകയിലും വൈകുകയിലും നമ്മുടെ മൈൻഡിൽ കൂടെ ഇതാണ് എപ്പോഴും നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഒരു കമൻറ്റ് വന്നു, വിജി ജോലി ചെയ്യുന്നുണ്ടായിരുന്നോന്ന്. ഞാൻ കല്യാണത്തിന് മുമ്പിട്ട് നേഴ്സായിട്ട് ജോലി ചെയ്തില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളും, പിന്നെ ഉടനെ 4 മാസം കഴിഞ്ഞപ്പോഴേ പോൾമോന അങ്ങ് പ്രഗ്നൻ്റായി. പിന്നെ ജോലിയും വീട്ടു ജോലിയും എല്ലാം കൂടെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ചെയ്യുന്നില്ലോ, ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ചെയ്യുന്നു. പക്ഷേ പ്രഗ്നൻ്റ് കൂടെ ആയപ്പോഴത്തേക്കിന് പിന്നെ കൊച്ചായണ്ണ പിന്നെ നമുക്ക് 3 ഷിഫ്റ്റൊക്കെ വരത്തില്ലേ, അതുകൊണ്ടുള്ള പ്രോബ്ലമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അന്നാ കിട്ടിയ അയലയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ 4-5 പാർട്ടാക്കി ഞാൻ വെച്ചായിരുന്നു. അതിൻ്റെ അകത്തെല്ലാം നല്ല പരിഞ്ഞിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പരിഞ്ഞിലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീനൊക്കെ ഇല്ലാത്ത സമയത്തെ അതെടുത്ത് തോരൻ വയ്ക്കാം. പരിഞ്ഞിൽ തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസൻ അത്ര അങ്ങോട്ട് ഈ മീൻ്റെ പരിഞ്ഞിൽ ചില സമയത്തേ ഉള്ളൂ, അവന് ലിവറൊക്കെ അവൻ കഴിക്കും. ഞാനതിലൊരു 4 മീനെടുത്ത് വറക്കാനായിട്ട് മസാല പുരട്ടി വെച്ച്, ഇന്ന് വറക്കുന്നില്ല, നാളത്തേക്കിനും കാണും വറക്കാൻ. ബാക്കിയുള്ളത് കറി വെച്ച് ഞാൻ ചിന്തിച്ച് മാങ്ങ ഇട്ടൊരു കറി വയ്ക്കാമെന്നും ആണ് മനസ്സിൽ പ്ലാൻ. പിന്നെ നാളത്തേക്കിന് ഞാൻ വൈകിട്ട് അരിയൊക്കെ അരച്ച് വെച്ചായിരുന്നു. ഇതിപ്പോൾ പിറ്റേന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അരിയൊക്കെ അരച്ച് വെച്ച് ഇങ്ങനെ ഇഡലിയോ ദോശയൊക്കെ ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. അല്ലാതെ വേറെ വല്ലതും ആണെങ്കിൽ എന്താ ചെയ്യുന്നതെന്നുള്ളൊരു ടെൻഷനുണ്ട്. ഇതാകുമ്പം പെട്ടെന്ന് അങ്ങ് എന്തെങ്കിലും സാമ്പാറോ വല്ലതും ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവർക്ക് ചട്നി ഉണ്ടായിരുന്നു, എനിക്കിത്തിരി സാമ്പാർ. അപ്പം ഇഡലിയൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ.
ഇഡലിയൊക്കെ റെഡിയായി. അപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ ഡിമാർട്ടിൽ പോയില്ലേ, ഡിമാർട്ടിൽ പോകണേ മെയിനായിട്ട് ഞാൻ പോയത് എനിക്ക് 2 പാത്രങ്ങളൊക്കെ നോക്കണമായിരുന്നു. അതിനായിട്ട് പോയതാണ്. അയ്യോ, ആ സെഷനൊക്കെ ചെന്നപ്പോഴേ നമുക്ക് കാലുന്ന ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത്തിരി ഒന്ന് നോക്കിയും കണ്ടും എടുത്തൊക്കെയല്ല പെട്ടെന്ന് ചെന്നങ്ങോട്ട് എടുത്തിട്ട് വരാക്കത്തില്ലല്ലേ, അങ്ങനെയല്ല എടുക്കാൻ പറ്റും. അപ്പോൾ അവിടോട്ട് കാല് കുത്താൻ സ്ഥലമില്ല. ഞാൻ റീച്ചാൻ പറഞ്ഞ് പിന്നെങ്ങാണാവട്ടെ നമുക്ക് പോകാമെന്ന്. കാരണം ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റിയാൽ അത് പാത്രങ്ങളുടെ സ്ഥലത്താണെങ്കിലും ഷീറ്റുകളുടെ ആണെങ്കിലും തുണികളുടെ ആണെങ്കിലും എല്ലാ സ്ഥലത്തും അങ്ങ് ആളായിരുന്നു. അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല. എനിക്ക് 2 പാത്രങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ നോക്കാമെന്ന് വെച്ചാൽ റീച്ചാൻ പറയും ഓൺലൈനിൽ ചിലപ്പം പിന്നെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിനൊക്കെ നല്ല അങ്ങനെ റീച്ചാൻ കൂടുതലും എന്നെ ഡിമാർട്ടിൽ വിളിച്ചുകൊണ്ട് പോയത്. അന്നേരം ഞാൻ സാമ്പാർ എടുത്തത്. അപ്പം നോക്കിയാണെങ്കിൽ ചട്നി ലാസ്റ്റിൽ ഒരു ഇച്ചിരിയുണ്ട്, എന്നാൽ അത് കളയണ്ടെന്നും പറഞ്ഞ് ചട്നിയും കൂടെ ഒഴിച്ച്. അന്നേരം രാവിലത്തെ എല്ലാം കഴിഞ്ഞുണ്ടേ ഓൾമോൻ പറഞ്ഞു, മമ്മിക്ക് വയ്യല്ല, മമ്മി ഒരു കാര്യം ചെയ്യ്, ദാളുകറി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം ഇവർക്ക് നേരത്തെ ഒന്നും അത്ര താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എനിക്കറിയാം ദാളുകറി ഇവിടെ അപ്പച്ചനും അത്ര ഇഷ്ടമല്ല, റീച്ചാനും ഇഷ്ടമല്ല. അതേസമയം ഞാൻ കല്യാണം കഴിച്ച് വരുന്നതിന് മുമ്പ് ഇവിടെ ഇവർ സ്ഥിരം ദാളുകറിയായിരുന്നു. ഒരു കുക്കറുണ്ട്, വലിയ കുക്കറുണ്ട്, അതിൻ്റെ അകത്ത് 3 തട്ടുണ്ട്. 2 ചോറ് വെക്കും, ഒരെണ്ണത്തിൽ ചോറെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോയിൽ റൈസ് അല്ല, ഈ കോളം ഇവിടുത്തെ അങ്ങനെയുള്ള പെട്ടെന്ന് വേവുന്ന റൈസ്. ഒരെണ്ണത്തിൽ ഡാൽ കറിയും വെക്കും. അങ്ങനെ ഒരു വിസിലടിക്കുമ്പോഴത്തേക്കിന് ചോറും റെഡി, ഡാളും റെഡി. ഇപ്പോൾ അവർക്ക് ഇഷ്ടമല്ല. അപ്പം ഇവന്മാർ 2 ഞാൻ ചിന്തിച്ച് അവർക്ക് മോരുകറി ഇരിപ്പുണ്ട്, എന്നാൽ ഇവർക്ക് ദാൾ കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് നോക്കിയുണ്ടേ പരിപ്പ് ഒരു ഇച്ചിരി ഉള്ളായിരുന്നു, തുവരപ്പരിപ്പാണ്. പിന്നെ അതിട്ട് ഇവർക്ക് 2 കൊടുക്കാമെന്ന് പറഞ്ഞ് ദാൾ ഞാൻ ചിന്തിച്ചെന്നാൽ പിള്ളേർ കഴിക്കട്ടെ, നല്ല പ്രോട്ടീനും ആണെന്നല്ലേ, എനിക്കും അത്ര ഇഷ്ടമല്ല. അപ്പം പിന്നെ ഞാനത് കഴുകിയിട്ടിട്ട് ഒരു ഇഞ്ചിയുടെ ഒരു കുറച്ച് അരമുറി ഇഞ്ചിയും കുത്തി അരിഞ്ഞ് ഒരു ടൊമാറ്റോയും ചേർത്ത് വെളുത്തുള്ളി ഇങ്ങനെ പൊളിച്ച് വെച്ചതായതുകൊണ്ട് ഈ ദാളുകറിക്കൊക്കെ വെളുത്തുള്ളി ഇട്ടാൽ ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിലൊക്കെ മാറും. പിള്ളേർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല, എന്നാലും ഞാനങ്ങ് ചേർത്ത്. പിന്നെ ഞാൻ ഇന്ന് ചില സമയത്ത് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കാറില്ല. ഞാൻ വെറുതെ ഇച്ചിരി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങ് ഇട്ടതാ, മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട്. സാധാരണ എന്നും ഇത്രയേ ഇടത്തുള്ളൂ. ഇപ്രാവശ്യം ഇത്രയും മല്ലിപ്പൊടിയും ഇച്ചിരി മുളക് പൊടി ഇട്ടുണ്ടാക്കി. അതങ്ങ് ഭയങ്കരമായിട്ടും പോളിന് ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ വീണ്ടും അന്ന് ഇത് അങ്ങനെ ഈ ദാൽ കറി അവർക്ക് അവന് പോളാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അവന് ഇഷ്ടമാണ്, അല്ലാതെ അങ്ങ് ഇച്ചിരി അവൻ കോരി കുടിക്കുകയും ചെയ്യും. എന്നിട്ട് പിറ്റേന്നും ഉണ്ടാക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചാ നമുക്ക് മെനക്കേടില്ലല്ലേ, പെട്ടെന്ന് വേവുമല്ലോ, ഒരു വിസിലടിച്ചാൽ മതിയല്ലേ. അപ്പോൾ ഞാനിതിൽ പച്ചമുളകും എല്ലാം കീറിയിട്ട് ഇപ്പോൾ അത് ഒരു 2-3 വിസിലെടുത്തു. ആദ്യം ഒരു വിസിൽ നല്ലതായിട്ട് വിട്ടിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ അവിടെ അടച്ചിട്ടിരുന്നു. അപ്പോൾ അത് നന്നായി വെന്ത്. അപ്പോൾ ഞാനതൊരു വേറെ പാത്രത്തിലാക്കിയിട്ട് ദാൾ കറിക്കൊക്കെ മല്ലിയിലയാണ് മെയിൻ. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയിലയില്ല. ഞാൻ അന്നുള്ള മല്ലിയില മൊത്തവും എടുത്ത്, ഇവിടെ മല്ലിയില അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ലല്ലേ, എടുത്തങ്ങ് നമ്മൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കിയല്ലേ, കുറച്ച് വെച്ചിട്ടായിരുന്നെങ്കിൽ ഇതിലിട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചേർത്തില്ല. അപ്പോൾ ഇതിപ്പം ഞാൻ കടുകൊക്കെ വറുത്തു. ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ടിരിക്കും. അതിന് രാത്രി ആയപ്പോഴത്തേക്കിനങ്ങ് ഭയങ്കരമായിട്ട് തിക്കായായിരുന്നു. അപ്പം അവർക്ക് 2 ഇനമാണ് ഞാനിത് കൊടുത്തത്. അപ്പം കഴിഞ്ഞ ദിവസം ഇവൻ പിറ്റേന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ്, മമ്മി ഇത് എളുപ്പമല്ലേ ഉണ്ടാക്കുക. അപ്പോൾ അപ്പച്ചൻ്റെ ഷേവിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇവൻ. ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞെടാ അപ്പച്ചനൊന്നും അത് ഇഷ്ടമല്ലടാ. അന്നേരം അവൻ ചോദിച്ചു, അപ്പച്ചന് ദാൾ കറി ഇഷ്ടമാണോ? അന്നേരം അപ്പച്ചൻ കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞ്, ലാസ്റ്റ് ഓപ്ഷനാണ് ദാൾ. അതിൻ്റെ അകത്ത് അപ്പച്ചൻ അത്ര താല്പര്യം ഇല്ലെന്നല്ലേ. പിന്നെ അവർക്ക് ഞാൻ മോരുകറിയാണെങ്കിൽ ഇവരെല്ലാം സന്തോഷമാണ്. അപ്പം ഞാൻ ഇന്നലെ മസാല പുരട്ടി വെച്ച മീനുണ്ടല്ലേ, അത് ഞാനിപ്പോൾ അങ്ങ് വറക്കാനെടുത്തിട്ടുണ്ടേ. അപ്പോൾ മെഞ്ഞാത്ത തോരനൊക്കെ ഇരിപ്പുണ്ട്. ഇന്നലെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിയും കറിയായിട്ട് നിന്നു. അപ്പം മെഞ്ഞാത്ത കുറേ തോരനുകളൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് അന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.